ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് കൃത്യമായി ചിന്തിക്കുന്നത് എന്നതിൻ്റെ ചൂണ്ടുപലകയാണ്. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പിണറായിസം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് മത്സരിച്ച് ജയിച്ച് MLA ഞാൻ ആ സ്ഥാനം രാജിവെച്ച് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ഗൗരവമായി കേരളത്തിലെ ജനം ചർച്ച ചെയ്തു എന്നത് വസ്തുതയാണ്. നമുക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനം എന്നും വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. ഈ രണ്ട് മേഖലകളിൽ നിന്നും വ്യതിചലിച്ച് പരിപൂർണമായും കേരളത്തിലെ വർഗീയവൽക്കരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന് അടിമപ്പെട്ട അവസ്ഥയായിരുന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രണ്ടാം പിണറായി ഗവൺമെൻറ്റിലെടുത്ത പല നിലപാടുകളും. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ആ പാർട്ടി പരിപൂർണമായും തൊഴിലാളി വിരുദ്ധ പാർട്ടിയായി എന്ന് മാത്രമല്ല, അദാനി അടക്കം ഞങ്ങളുടെ പറയുന്ന പാർട്ട്ണർമാരാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊണ്ടു. കേരളത്തിൽ ഏകദേശം 7.5 മാസത്തോളം നടന്ന ആശാ വർക്കർമാരുടെ സമരം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം 10-26,000-ഓളം വരുന്ന ആ സഹോദരിമാർ കേവലം ഒരു 100 രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാസങ്ങളോളം സമരം നടന്നിട്ടും തിരിഞ്ഞു നോക്കാതെ തൊഴിലാളി വിരുദ്ധത കൃത്യമായി പ്രകടിപ്പിച്ചതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്കറിയാം, ശബരിമല വളരെ സജീവമായി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ്. മതവിശ്വാസികൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മതേതര വിശ്വാസികളും ശബരിമലയിൽ നടന്ന കൊള്ളയെക്കുറിച്ച് കൃത്യമായി സർക്കാരിൻ്റെ അതിൻ്റെ പങ്കിനെക്കുറിച്ച് സർക്കാർ അതിൽ നടത്തിയ ഇടപെടലിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നമ്മളിത് പരിശോധിക്കുകയാണെങ്കിൽ പിണറായിസത്തിന് ഏറ്റ തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. മലബാറിൽ പോലും, കോഴിക്കോട് പോലും മരുമകൻ മുഹമ്മദ് റിയാസ് നേർക്കുനേരെ നിന്ന് പോരാട്ടം നയിച്ചിട്ട് പോലും ഇത്ര വലിയൊരു പരാജയം CPM ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സഖാവ് പിണറായി വിജയനാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. അതാണ് കേരളത്തിലെ ബഹുജനം തിരിച്ചറിഞ്ഞത്. തീർച്ചയായും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ച കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന വോട്ടർമാരെ ഹൃദയപൂർവ്വം അവരെ അഭിവാദ്യം ചെയ്യുന്നു. അവരോടുള്ള നന്ദിയും കടപ്പാടും അവരോടുള്ള ബഹുമാനവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ സർക്കാരിന് തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും ഈ സർക്കാരിനുള്ള തുടരാനുള്ള അവകാശം എന്നോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞ മറുപടി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലാകുമെന്നാണ്. കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ഈ സർക്കാരിനെതിരാണ്. ഏറ്റവും അവസാനമായി നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിന് അടിവരയിടുകയാണ്. ഒരു നിലക്കും ധാർമ്മികമായി ഗവൺമെൻറ്റിന് തുടരാനുള്ള അവകാശമില്ല. പക്ഷേ പിണറായിയെപ്പോലെ ഒരാളിൽ നിന്ന് ഒരു ജനാധിപത്യ മര്യാദ നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല.